നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരതീയ സങ്കല്പമനുസരിച്ച് മനുഷ്യജീവിതം എന്നത് കേവലം കർമ്മഫലം മാത്രമല്ല, അത് പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ചലനവുമായി അദൃശ്യമായ നൂലുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മിൽ ഭൂരിഭാഗം പേരും നാം ചെയ്യുന്ന കഠിനാധ്വാനത്തോടൊപ്പം അല്പം ഭാഗ്യം കൂടെ തുണച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിചാരിക്കാത്ത ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. പലപ്പോഴും നാം വിതയ്ക്കുന്നത് കൊയ്യാൻ കഴിയാതെ പോകുന്നതും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലർക്ക് വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതും നാം കാണാറുണ്ട്. ഇതിനെയാണ് നാം ഭാഗ്യമെന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി എന്നത് കേവലം ഒരു ഭാഗ്യപരീക്ഷണമല്ല, മറിച്ച് സാധാരണക്കാരൻ്റെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വഴിയാണ്. അതൊരു പക്ഷേ വീടാകാം, മക്കളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ തീർത്താൽ തീരാത്ത കടബാധ്യതകൾ തീർക്കലാവാം. അപ്രതീക്ഷിതമായ ഇത്തരം സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നതിലൂടെയാണ് പലരുടെയും ജീവിതം മാറി മറിയുന്നത്. അടുത്തിടെ നാം വാർത്തകളിൽ കണ്ടു, പ്രവാസിയായ ഒരു മലയാളിക്ക് 35 കോടി രൂപ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ വിദേശത്തു നിന്ന് ലഭിച്ചതായി. ഇത്തരം വാർത്തകളും കാര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ളവരുടെ മാറ്റങ്ങളുമെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നാലും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം പറയും, ഇതെല്ലാം വെറുതെയാണ്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത്തരത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ നാം മനസ്സിലേക്ക് കൊണ്ടുവരികയും അത് നാം പ്രചരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് ചുറ്റും ഇത്തരത്തിൽ ധാരാളം ആളുകൾ സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നതിലൂടെ ജീവിതത്തിലെ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പടുകുഴികളിൽ നിന്ന് ഉയർച്ചകളിലേക്ക് എത്തുന്നുണ്ട്. നാം നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതമൊന്ന് നോക്കൂ, മാറ്റമില്ലേ? കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് മാറി എത്ര ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അതെല്ലാം അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ തുണ കൂടി ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അത്തരത്തിലൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. ഈ ഒരു അധ്യായം കേൾക്കുന്ന 10-5 പേരുടെ ജീവിതത്തിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. അതൊരു പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ട് തന്നെ നാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ നെഗറ്റീവായി സമീപിക്കാതിരിക്കുക. നമുക്ക് ചുറ്റുമുണ്ടായവരുടെ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരും. സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും. അങ്ങനെയുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക. അത്തരത്തിൽ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചവർ തന്നെയാണ് ഇന്ന് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. അല്ലാതെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നെഗറ്റീവായി ഇതൊന്നും സംഭവിക്കുകയില്ല എന്ന് ഒരിക്കലും അടിയുറച്ച് പറയാതിരിക്കുക. ഈ പ്രപഞ്ചത്തോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, പ്രവർത്തിക്കുക. ഈ ഒരു മാർച്ച് മാസം ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കൈവരിക്കാൻ പോകുന്ന 9 നക്ഷത്രക്കാരെക്കുറിച്ചാണ് നാം ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. ഈ മാസം എല്ലാവരും ഉറ്റുനോക്കുന്നത് 10 കോടി രൂപ ഒന്നാം സമ്മാനമായി വരുന്ന സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയാണ്. ഈ വലിയ ഭാഗ്യം ആരെ തേടിയെത്തും? ജ്യോതിഷപരമായി ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും നക്ഷത്രങ്ങളുടെ ഗതിയും പരിശോധിച്ചാൽ നമുക്കതിന് കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കും. ഈ വർഷത്തെ സമ്മർ ബമ്പർ നറുക്കെടുപ്പ് മീനമാസത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 28-ാം തീയതി വൈകിട്ട് 2 മണിക്കാണ് സമ്മാന പ്രഖ്യാപനം. അന്നേ ദിവസത്തെ ഗ്രഹനില നമുക്ക് പരിശോധിക്കാം. വ്യാഴം മിഥുനം രാശിയിൽ, ശനി സൂര്യൻ ഗുളികൻ മീനൻ രാശിയിൽ, രാഹു ബുധൻ ചൊവ്വ കുംഭൻ രാശിയിൽ, ശുക്രൻ മേടൻ രാശിയിൽ, കേതു ചിങ്ങൻ രാശിയിൽ, ചന്ദ്രൻ കർക്കിടകം രാശിയിലും. ഈ സവിശേഷമായ ഗ്രഹസ്ഥിതി നാം പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരും. പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും നടുവിലൂടെ പോകുന്നവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അലട്ടുന്നവർക്കും ഇത് വലിയ ആശ്വാസമാവും. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളെയും ഭഗവാൻ കണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നാളത്തെ സൂര്യാസ്തമയത്തിന് മുൻപ് കോടീശ്വരരാകാൻ പോകുന്ന അഭാഗ്യം ചെയ്ത ഇനി ആഡംബര ജീവിതത്തിലേക്ക്, ഇനി രാജകീയമായ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുന്നതിന് മുൻപായി മറ്റൊരു കാര്യം കൂടെ പറയാം. വിശേഷാൽ ദിവസങ്ങളിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, ഇത്തരത്തിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്ക് ഇരട്ടി ഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ധാരാളം ആളുകൾ ജീവിതത്തിൽ ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം കൂടാതെ മറ്റു പല നെഗറ്റീവ് ഊർജ്ജത്താലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത്തരം ആളുകളിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിസ്വാർത്ഥമായ സ്നേഹവും തന്നെയാണ് നിങ്ങളെ ഈ പ്രപഞ്ചം ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്ക് എന്ന തീം പോലെ ഈ ഒരു വീഡിയോ ചെയ്യുക. ഇനി ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലാദ്യം തന്നെ വരുന്നത് അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ശുക്രൻ നിങ്ങളുടെ ജന്മഭാവത്തിൽ നിൽക്കുകയാണ്. ലോട്ടറി ഭാഗ്യം അത് ഇരട്ടിയാക്കുന്നു. 11ാം ഭാവത്തിലെ ചൊവ്വയുടെയും സർപ്പയുടെയും സ്ഥിതി അപ്രതീക്ഷിത ധനം കൊണ്ടുവരും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 7 ആണ്. ഗണപതി ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുക. ഇത് എല്ലാ ദുഃഖവും ദുരിതവും തടസ്സങ്ങളും നീങ്ങി മുന്നോട്ടുള്ള യാത്ര സുഖകരമാക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകൾ നിങ്ങൾ എന്നും ചെയ്യാറുള്ളതുപോലെ കൂടുതൽ ഭക്തിയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾ ഭഗവാനെ പഴി പറയുവാൻ പാടുള്ളതല്ല.
നിങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം മാറി ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാൻ പോകുന്ന ഒരു സമയമാണ്. ഇത് ഭാഗ്യത്തിൻ്റെ തുണകൂടെ മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഫലം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തുടർന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ ഉറച്ചു വിശ്വസിക്കുക. മുന്നോട്ട് സധൈര്യം പോവുക. ജീവിതത്തിൽ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായൊരു റിസൾട്ട് ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി രണ്ടാമതായി വരുന്നത് അത്തം നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ധനം വന്നു ചേരാനുള്ള വലിയ അവസരമാണ് ഇപ്പോൾ ഉള്ളത്. 6-ലെ ബുധനും ചൊവ്വയും 8-ലെ ശുക്രനും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. നറുക്കെടുപ്പ് ദിവസം ചന്ദ്രൻ 11-ൽ നിൽക്കുന്നത് വലിയ ഭാഗ്യമാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 2 ഈ ഒരു സംഖ്യ ഉപയോഗിച്ച് നിങ്ങൾ ഇത്തരം ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് വരും. നിത്യവും ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലി ആദിത്യനെ പ്രാർത്ഥിക്കുക. ഇത് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ നീങ്ങി മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതിന് സഹായകരമായി തീരും. നിത്യവും രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും പ്രാർത്ഥനകൾ ശീലമാക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായൊരു എല്ലാ പിന്തുണയും ലഭിക്കും. ഈ ഒരു സൗഭാഗ്യം നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും നിങ്ങളുടെ സൽക്കർമ്മത്തിൻ്റെയും ഫലം തന്നെയാണ്. കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടമാണെന്നുള്ള തിരിച്ചറിവോട് മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും. ഒപ്പം ഭാഗ്യത്തിൻ്റെ തുണ കൂടെ ഉള്ളതിനാൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ സമയവും നിങ്ങൾക്കിനി വിലപ്പെട്ടതാണ്. മടിയും അലസതയും മാറ്റി നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി മൂന്നാമതായി വരുന്നത് ചോതി നക്ഷത്രമാണ്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. 10-ലെ ചന്ദ്രനും 6-ലെ ഗുളികനും നിങ്ങൾക്ക് ഐശ്വര്യം നൽകും. 9-ാം ഭാവത്തിലെ വ്യാഴം ധനവർദ്ധനവിന് കാരണമാവും. ഇതുവരെ നിങ്ങളെ കളിയാക്കിയവർ നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 4 ഹനുമാൻ സ്വാമിയെ നിത്യവും ഉപാസിക്കുക. ജീവിതത്തിലെ വലിയ ദുഃഖ ദുരിതങ്ങളൊക്കെ നീങ്ങി സമ്പത്തും സമാധാനവും ഐശ്വര്യവും കടന്നു വരുന്നതിന് അത് സഹായിക്കും. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ ഉറച്ചു വിശ്വസിക്കുക. ഈ ഒരു സൗഭാഗ്യം കടന്നു വരാനുള്ള കാരണം അതുതന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ് നിങ്ങളെ ഇത്തരത്തിൽ ഒരു ഉയർച്ചകളിൽ എത്തിക്കുവാൻ ഉണ്ടായ കാരണം. അതുകൊണ്ട് തുടർന്നും അത്തരത്തിലുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. പ്രപഞ്ചശക്തിയിൽ ഉറച്ചു വിശ്വസിക്കുക. പ്രപഞ്ചശക്തിയെ പഴിപറയാതെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ നേട്ടങ്ങളുടെ കാലമാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും. നാലാമതായി വരുന്നത് ഉത്രാട നക്ഷത്രമാണ്. കഷ്ടപ്പാടുകൾ ആരോടും പറയാനാകാതെ ഉള്ളിലൊതുക്കി നടന്നവരാണ് നിങ്ങൾ. എന്നാൽ 7-ലെ വ്യാഴവും 3-ലെ സൂര്യനും നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉത്രാടം ആദ്യ 3/4 ഭാഗക്കാർക്ക് ബമ്പറടിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 1 ഈ ഒരു ഭാഗ്യസംഖ്യ ഉപയോഗിച്ച് നിങ്ങൾ ഇത്തരം ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് ലഭിക്കും. ശങ്കരനാരായണനെ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും പ്രാർത്ഥനകൾ ശീലമാക്കുക. നേട്ടങ്ങളുടെ കാലമാണ്. അവസരങ്ങളെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. സ്വന്തമായി ഭൂമി വാങ്ങുവാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വന്തമായൊരു ഭവനം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ സാധിക്കുന്നൊരു കാലഘട്ടം തന്നെയാണ്. എന്നാൽ മടിയും അലസതയും എല്ലാം മാറ്റി നിർത്തി നല്ല രീതിയിൽ പ്രവർത്തിക്കുക. നേട്ടങ്ങളുടെ കാലം തന്നെയാണ്. ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. 5-മതായി വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ മാറാൻ പോവുകയാണ്. മാർച്ച് പകുതിക്ക് ശേഷം ശുക്രൻ ധനഭാവത്തിലേക്ക് മാറുന്നത് വലിയ മാറ്റം കൊണ്ടുവരും. ഗജകേസരി യോഗം ഉള്ളതിനാൽ ദൈവം ധനം കൈവെള്ളയിൽ വെച്ചു തരുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 3 ഈ ഒരു സംഖ്യ ഉപയോഗിച്ച് നിങ്ങൾ ഇത്തരം ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് ലഭിക്കും. നിങ്ങൾ മഹാവിഷ്ണുവിനെ നിത്യവും പ്രാർത്ഥിക്കുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും പ്രാർത്ഥനകളിൽ ഭഗവാനെ ഉൾപ്പെടുത്തുക. ജീവിതത്തിൽ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി നിൽക്കും. തളർത്തിയവരുടെ മുന്നിൽ കുതിച്ചുയരാൻ കഴിയുന്ന കാലഘട്ടം. നിങ്ങൾക്ക് എല്ലാ രീതിയിലും നേട്ടങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ മടിയും അലസതയും എല്ലാം മാറ്റി നിർത്തി നിങ്ങളുടെ കഠിനാധ്വാനം തുടരുക. അതിന് ഇരട്ടി ഫലം ലഭിക്കുകയും ചെയ്യും. പിന്നെ അപ്രതീക്ഷിതമായ ധനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഫലം കാണുന്നു. അതുകൊണ്ട് ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും. 6-മതായി വരുന്നത് ചിത്തിര നക്ഷത്രമാണ്. ഒരുപാട് യാതനകൾ അനുഭവിച്ചവരാണ് ചിത്തിര നക്ഷത്രക്കാർ. വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ലോട്ടറി ഭാഗ്യം വർദ്ധിപ്പിക്കുന്നു. തുലാക്കൂറിൽ ജനിച്ച ചിത്തിര നക്ഷത്രക്കാർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്ന അപൂർവ സമയമാണിത്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്നത് 9 ഈ ഒരു ഭാഗ്യസംഖ്യ ഉപയോഗിച്ച് നിങ്ങൾ ഇത്തരം ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് ലഭിക്കും. നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. അത് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഇല്ലാതാക്കി ഐശ്വര്യവും സമാധാനവും സമ്പത്തും കടന്നു വരുന്നതിന് സഹായിക്കും. അതുകൊണ്ട് രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും പ്രാർത്ഥനകൾ ശീലമാക്കുക. ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സമയം തന്നെയാണ്. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കും.
അതായത് കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം. നാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്ത ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകൾക്ക് നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നതിന് അത് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏഴാമതായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. മീനമാസം ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന സമയമാണ്. 11 സൂര്യശനി യോഗം വലിയ ധനനേട്ടം നൽകും. ലോട്ടറി എടുത്താൽ ചെറിയ പ്രൈസെങ്കിലും നിങ്ങൾക്ക് അടിക്കാതെ പോകുകയില്ല എന്നാണ് ഗ്രഹനില പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 1. സൂര്യനെ നിത്യവും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഫലം കാണുന്നു. അതിൻ്റെ ഒരു ശക്തി തന്നെയാണ് നിങ്ങൾക്ക് ഏതൊരു ഭാഗ്യനേട്ടവും കൊണ്ടുവരുന്ന സമയമായി ഇത് മാറിയത്. അതുകൊണ്ട് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. ഈ ഒരു കാലഘട്ടത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ, നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെയെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും നിങ്ങളുടെ വഴിപാടിൻ്റെയും ശക്തി നിങ്ങളെ തുണയ്ക്കുകയാണ്. അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക. നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ്. മടിയും അലസതയും മാറ്റി നിർത്തി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക. സൗഭാഗ്യം നിങ്ങൾക്കൊപ്പമുണ്ട്. ഇനി 8ാമതായി വരുന്നത് മൂലനക്ഷത്രമാണ്. കേതുവിൻ്റെ നക്ഷത്രമായ നിങ്ങൾക്ക് ശുക്രലക്ഷ്മി ഭാവത്തിൽ നിൽക്കുന്നത് രാജയോഗമാണ്. 7 വ്യാഴവും 3 കുജസർപ്പി യോഗവും നിങ്ങൾക്ക് മറ്റേത് നക്ഷത്രക്കാരെക്കാളും കൂടുതൽ സമ്പന്നരാകാൻ സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 7. നിങ്ങൾ ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സങ്ങളും നീങ്ങി ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിന് അത് വളരെയധികം സഹായിക്കും. ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകൾ തന്നെയാണ്. നിത്യവും പ്രാർത്ഥനകൾ ശീലമാക്കുക. മടിയും അലസതയും മാറ്റി നിർത്തി നല്ല രീതിയിൽ പ്രവർത്തിക്കുക. രക്ഷപ്പെടുക തന്നെ ചെയ്യും. 9ാമതായി വരുന്നത് അവിട്ട നക്ഷത്രക്കാരാണ്. ലോട്ടറി അടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ജന്മഭാവത്തിൽ ഗജകേസരി യോഗം ഉള്ളതിനാൽ അത്യധികം സൗഭാഗ്യമുണ്ടാകും. 3 ശനിയും വ്യാഴവും ലോട്ടറി വഴി വലിയ ലാഭം നൽകും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 9. നിങ്ങൾ ഭദ്രകാളിയെയോ മുരുകനെയോ ഭജിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും അകറ്റി പുതിയ വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, സൗഭാഗ്യത്തിൻ്റെ വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് സഹായിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ എല്ലാ സർവനാശം വരുത്തുന്നതിനും ഇത് വഴിയൊരുക്കും. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർക്കുള്ള തിരിച്ചടികൾ ഇതുവഴി ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക. നിത്യവും ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത വഴിപാടുകളുടെയും നിങ്ങൾ ചെയ്ത പ്രാർത്ഥനകളുടെയും ശക്തി തന്നെയാണ് ഇത്തരത്തിലൊരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം. അതുകൊണ്ട് ഈ ഒരു നേട്ടത്തിൻ്റെ കാലഘട്ടത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നാം ഇവിടെ പരാമർശിച്ചത് പൊതുവായ ഗോചര ഫലങ്ങളാണ്. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹനില ജാതകം കൂടി അനുകൂലമാണെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടിയാണ്. അതുതന്നെയാണ് നാം നേരത്തെ പറഞ്ഞത്. ഈ ഒരു അധ്യായം കേൾക്കുന്ന 10ൽ 5 പേരുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ശുഭാപ്തി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോവുക. ഭാഗ്യം എന്നത് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഈ സമ്മർ ബമ്പർ നിങ്ങൾക്കായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും സമാധാനവും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. നന്ദി, നമസ്കാരം.